ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശർമ്മജി സ്മൃതിയുടെ കഥാമൃതം പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ ദേവന്മാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവന്മാരെയെല്ലാം ക്ഷണിച്ചു. ദേവന്മാരെല്ലാം അവരവരുടെ വാഹനങ്ങളിൽ കൈലാസത്തിൽ എത്തിച്ചേർന്നു. വിഷ്ണു ഭഗവാൻ ഗരുഡ വാഹനത്തിൽ ഗരുഡൻ്റെ മുകളിൽ കയറി അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഗരുഡനോട് അല്പം വിശ്രമിച്ചോളാൻ പറഞ്ഞിട്ട് ഭഗവാൻ കൈലാസത്തിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് പോയി. ഗരുഡൻ അവിടെ അല്പനേരം ഇരുന്നു. ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ആ കൈലാസത്തിൻ്റെ കവാടത്തിൽ ഒരു കുഞ്ഞിക്കുരുവി ഇരിക്കുന്നത് ഗരുഡൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗരുഡൻ ആ കുരുവിയെ ഒന്ന് നോക്കി. അത് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് യമരാജൻ, സാക്ഷാൽ കാലൻ, പോത്തിൻ്റെ പുറത്തേറി അവിടെ വന്നിറങ്ങി. കൈലാസ കവാടത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിക്കുരുവിയെ യമധർമ്മൻ കണ്ടു. ആ കുരുവിയെ അദ്ദേഹം രൂക്ഷമായി ഒന്ന് നോക്കി. എന്നിട്ട് ഇരുത്തി ഒന്ന് മൂടി പെട്ടെന്ന് അകത്തേക്ക് പോയി. ഇത് കണ്ട ഗരുഡന് ഒരു വിഭ്രമമുണ്ടായി. പാവം കുരുവി, ഇതിൻ്റെ ആയുസ് അറ്റിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. യമരാജാവ് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ജീവനെടുത്താലോ, എന്തായാലും ശരി, ഈ കുരുവിയെ രക്ഷിക്കണം. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഗരുഡൻ ആ കുരുവിയും റാഞ്ചിക്കൊണ്ട് അനേക യോജന ദൂരം ഒരു കൊടുങ്കാട്ടിൽ ഒരു പാറയുടെ മുകളിൽ കൊണ്ട് സുരക്ഷിതമായി വെച്ചിട്ട് ഞൊടിയിടയിൽ തിരിച്ചു വന്നു. കൈലാസത്തിൽ യോഗമെല്ലാം അവസാനിച്ചു. എല്ലാ ദേവന്മാരും അവരുടെ വാഹനങ്ങൾ കയറി യാത്ര തിരിച്ചു. അവസാനം യമധർമ്മൻ ഇറങ്ങി വന്നപ്പോൾ ഗരുഡൻ ചെന്ന് തൊഴുതുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയിലൊരു സംശയം ചോദിച്ചോട്ടെ. എന്താ ഗരുഡ, ചോദിച്ചോളൂ. അല്ല, അങ്ങ് മുമ്പ് അകത്തേക്ക് പോയപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിക്കുരുവി ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ കുരുവിയെ കണ്ടിട്ട് അങ്ങ് രൂക്ഷമായിട്ടൊന്ന് നോക്കി, തന്നെയുമല്ല ഇരുത്തി ഒന്ന് മൂടുകയും ചെയ്തു. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? യമധർമ്മൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, ആ കുഞ്ഞിക്കിളിയുടെ ആയുസ് അറ്റിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇത് ഇവിടെ വച്ചല്ല മരിക്കേണ്ടിയിരുന്നത്. ഇവിടുന്ന് അനേക യോജന ദൂരെ ഒരു കൊടുങ്കാട്ടിനുള്ളിൽ ഒരു പാറപ്പുറത്തിരുന്നുകൊണ്ട് ഒരു വിഷസർപ്പം ഇതിനെ ഭക്ഷിച്ച് മരണമടയണം എന്നാണ് ഇതിൻ്റെ വിധി. പക്ഷേ ഇതിപ്പോൾ കൈലാസത്തിൽ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ കുരുവി ഇനി എത്ര ശ്രമിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ആ വിധി നടപ്പാകുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോഴാണ് ഗരുഡന് തൻ്റെ അബദ്ധം മനസ്സിലായത്. ഈ സമയത്ത് ആ വിധി അവിടെ നടപ്പാവുകയും ചെയ്തു. ആ കൊടുങ്കാട്ടിനുള്ളിൽ ആ പാറപ്പുറത്തിരുന്ന ആ പക്ഷിയെ, ആ പക്ഷിക്കുഞ്ഞിനെ ഒരു വിഷസർപ്പം ഭക്ഷിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പാഠം, നമ്മൾ എത്ര തന്നെ സുരക്ഷയും മുൻകരുതലും ഒരുക്കിയാലും പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ചിലപ്പോൾ അത് മാത്രമേ
നടക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതുപോലെ ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ 2 കഥകൾ പറഞ്ഞിട്ടുണ്ട്, 2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ശർമാജിസ്റ്റ് മീഡിയ എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോയി കണ്ട് കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി ഒരു കഥയുമായി വരുന്നവരെ ബൈ.